ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ് കേട്ടോ. ഒരു പരീക്ഷണമാണ്. അപ്പോൾ എന്ത് പരീക്ഷണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ വിളക്ക് നിലവിളക്കൊക്കെ കഴുകാറുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ തന്നെ. നമ്മളിപ്പോൾ പണ്ട് കാലം മുതലേ വിളക്ക് കഴുകുന്ന പുളി വെച്ചിട്ട് നല്ലപോലെ കഴുകി കഴിഞ്ഞാൽ വെളുക്കുന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇന്നെൻ്റെ ഇതിൽ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏറ്റവും പഴക്കം ചെന്ന വിളക്കുണ്ടല്ലോ, അതായത് നമ്മൾ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ ക്ലാവ് പിടിച്ചൊക്കെ കിടക്കുന്ന വിളക്കുകൾ ഉണ്ടാവും. അങ്ങനെ വിളക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂജാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കൃത്യം കഴുകി ഉപയോഗിക്കും. അല്ലാതെ ചില വിളക്കുകളൊക്കെ ഇങ്ങനെ ഷോയ്ക്ക് മേടിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇതുപോലെ ഉപയോഗിക്കാത്തതുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ച് ആ കൂട്ടത്തിൽപ്പെട്ട 2 വിളക്കാണിത്. അപ്പോൾ ഇത് ഒരുപാട് പഴക്കം എന്ന് പറഞ്ഞാൽ 7 വർഷത്തിൻ്റെ അടുത്തൊക്കെ പഴക്കം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ ഒരു അടിയിലത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ക്ലാവ് പോലെ പിടിച്ച് അതിൻ്റെ നിറമൊക്കെ മങ്ങി. അപ്പം ഞാൻ ഓർത്തു, ഇതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റുമോ, നമ്മുടേതായ രീതിയിലൊന്ന് ഇതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റുമോ, അത്യാവശ്യം ഷോയ്ക്ക് ഇങ്ങനെ വെറുതെ വെക്കാനാണെങ്കിലും പറ്റുമോ എന്നിങ്ങനെ ചിന്തിച്ചാൽ, അപ്പം എൻ്റെ ഒരു പരീക്ഷണത്തിന് എനിക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്താൽ ഇങ്ങനെ വെളുത്ത് കിട്ടും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് ഞാൻ അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതാട്ടോ. അപ്പോൾ ഇതിൽ വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ഈ ക്ലാവ് പോലുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തിളക്കം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വിളക്കിൻ്റെ ഒരു തിളക്കം നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആൽക്കഹോൾ ഉണ്ടല്ലോ, റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, അത് നമ്മൾ ജസ്റ്റ് പൊടിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക വിളക്കിൽ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യത്തെ ക്ലീനിങ് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സോപ്നെറ്റ് പൊടി ഉണ്ട്. സോപ്നെറ്റ് പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങിക്കാം. പണ്ട് സോപ്പിൻ കായ എന്നൊക്കെ പറയും. അപ്പോൾ അരീത്ത പൊടി എന്നാണ് ഇപ്പോൾ അതിന്, പൗഡർ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പണ്ടുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ വിളക്ക് കഴുകാനായിട്ട് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വിളക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല പോലെ അത് നല്ല വെളുപ്പും കിട്ടും, നല്ല തിളക്കം കിട്ടും. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഈ ആൽക്കഹോളിൻ്റെ കൂടെ അതും കൂടെ ജസ്റ്റ് ഒന്ന് റബ്ബിങ് ആൽക്കഹോളിൻ്റെ കൂടെ അതും കൂടെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതും മിക്സ് ചെയ്തിട്ട് ഞാൻ ആ വിളക്കിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത് ഇച്ചിരി റിസ്ക്കാണ്. കാരണം നമ്മൾ ഈ ഇങ്ങനെ ആൽക്കഹോൾ എന്നൊക്കെ പറയുമ്പോൾ ഈ കൈ ഇച്ചിരി ചെറിയൊരു നീറ്റലൊക്കെ ഉള്ള സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കൈ വെച്ചിട്ട് നമ്മൾ ഈ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ണിലോട്ടൊക്കെ തെറിക്കും. അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന നല്ല ഇതുണ്ടല്ലോ, സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ചാൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എന്തായാലും എൻ്റെ പരിശ്രമം കുറച്ച് നേരത്തെ പരിശ്രമമായിരുന്നു. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വീഡിയോയൊക്കെ ഇട്ടിട്ട്, ഇതൊക്കെ ആരെങ്കിലും മെനക്കെട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നവർക്ക് ചെയ്യാം. പഴയ വിളക്കുകളൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പിന്നെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന വിളക്കുകളൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ പുളിവെള്ളത്തിലല്ല, പുളിയിലും ഈ പുളിയുടെ കൂടെ നമ്മുടെ ഈ പറയുന്ന സോപ്നെറ്റ് പൊടിയും കൂടെ ചേർത്ത് കഴുകിയെടുത്താൽ തന്നെ നല്ല മാറ്റം കിട്ടും. അതിന് ഈ ഒരു പ്രോസസ്സൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇങ്ങനെയൊന്നും ചെയ്ത് നമ്മൾ സമയം മെനക്കെടേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഞാനിത് ഒരുപാട് നാൾ പഴക്കം ചെന്ന് അതിൻ്റെ കളറും മങ്ങി തിളക്കമൊക്കെ പോയി ശോഭയില്ലാതിരുന്ന ഒരു വിളക്കിനെ ഇച്ചിരി ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കണേ കേട്ടോ. അപ്പം ഞാനിത് ആദ്യം തന്നെ ഈ മറ്റേ സ്പിരിറ്റ് ഉണ്ടല്ലോ, നമ്മളത് കയ്യിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് അത് വെച്ചിട്ട് അതും സോപ്നെറ്റ് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വാഷ് ഒന്ന് അത് തേച്ച് പിടിപ്പിച്ചൊന്ന് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്ലാവ് പോലെ ഈ കുഞ്ഞു വിളക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ കുഞ്ഞു വിളക്കിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച എന്താ പറയുക, പച്ച കളറിൽ ക്ലാവ് ഇങ്ങനെ പിടിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പം അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര ഉരച്ചാലും അത് പെട്ടെന്ന് ഇളകി വരാൻ യാതൊരു സാധ്യതയില്ല.
ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് പോവാൻ. പക്ഷെ നമ്മളിത് ഇച്ചിരി ഈ ഒരു മിക്സിയിൽ, അതായത് ഞാനിവിടെ ഒരു കാര്യം വീഡിയോ എടുത്തത് വന്നില്ല, ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോപ്പിനട്ടിൻ്റെ പൊടിയും കൂടെ, സോപ്പിംഗായയുടെ പൊടിയും കൂടെ, അരീത്ത പൊടി പൗഡർന്ന് ചോദിച്ചാൽ കിട്ടും. ആയുർവേദ മരുന്ന് കടയിലൊക്കെ നമുക്ക് ഈ ആയുർവേദ ഇതൊക്കെ കിട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ, പച്ചമരുന്ന് അങ്ങനെയുള്ള സ്ഥലത്ത് കിട്ടും. അപ്പോൾ അതിലിങ്ങനെ കുതിർത്തി ഒരു 10-20 മിനിറ്റ് ഒക്കെ കുതിർത്തി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. അപ്പം നമ്മുടെ ഈ ഇങ്ങനെ പച്ച പിടിച്ചിരിക്കുന്ന ക്ലാവ് പോലെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ പോയി കിട്ടും. പിന്നെ ഞാനിവിടെ അതിന് അങ്ങനെ കുതിർത്തിയിട്ടതിന് ശേഷം അത്യാവശ്യമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ ഈ കമ്പി മറ്റേ സംഭവം ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇവിടെ കുറച്ച് സാൻഡ് പേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഇത് സാൻഡ് പേപ്പറൊന്നും വേണമെന്നില്ല കേട്ടോ, സാധാരണ നമ്മൾ ഡിഷ് വാഷ് ചെയ്യുന്ന കമ്പി ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, അത് വെച്ചിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ 2 വിളക്കും ഇങ്ങനെ ഇതിൽ കുതിർത്തിയിട്ടതിന് ശേഷം കഴുകുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിലുള്ള അത്യാവശ്യം എന്താ പറയുക, ക്ലാവും പിന്നെ കറിയും ഒക്കെ ആ ഒരു ഇതൊക്കെ എന്താ കളറ് മങ്ങിയിരിക്കുന്നതൊക്കെ അത്യാവശ്യം പോയി കിട്ടും. അപ്പോൾ അങ്ങനെ കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ പുതിയതാക്കി തിളക്കം കൊണ്ടുവരാനൊന്നും അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഇത്ര വലിയ പാടാണോ, ഒരു എന്താണ് നമ്മുടെ പുളി ഇട്ടിട്ട് സാധാരണ പോലെ തേച്ചാൽ പോരെ, പുളിയും ഇട്ടിട്ട് വിമ്മിൻ്റെ ലിക്വിഡ് ഒഴിച്ച് തേച്ച് കഴിഞ്ഞാൽ ഇത് വെളുക്കൂലോ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ വെളുക്കില്ല, കാരണം വിമ്മിൻ്റെ ലിക്വിഡും പുളിയും ചേർത്താലും ഈ കട്ട പിടിച്ച ക്ലാവുകളൊന്നും അങ്ങനെ പോവില്ല. പിന്നെ പൊതുവെ നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ വിളക്കൊക്കെ പൂജയ്ക്ക് വേണ്ടി നമ്മൾ വിളക്കൊക്കെ കഴുകിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പുളി മാത്രം തന്നെ മതി, നല്ല പോലെ വിളക്കിതാവും. പക്ഷെ ഇതുപോലെ കാലപ്പഴക്കം ചെന്ന വിളക്കുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വെറുതെ പുളി വെച്ചിട്ട് ചെയ്താലൊന്നും വെളുപ്പ് ഇങ്ങനെ തിളക്കം കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എതിരഭിപ്രായം ഉള്ളവരുണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും സംഭവം ഞാൻ അതൊക്കെ വെച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ പുളിയാണ്, അടുത്ത തരം പുളിയാണ്. നിങ്ങൾക്കറിയാലോ, പുളി ഏതൊക്കെ വിളക്കിനൊരു തിളക്കവും ഒക്കെ കിട്ടണമെങ്കിൽ പുളി നിർബന്ധമാണ്. അപ്പോൾ ചിലർ വിനാഗിരിയൊക്കെ വിനാഗിരിക്ക് പോലും കിട്ടാത്ത അത്ര ഫലമാണ് ഈ പുളിയിട്ട് തേക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഉപ്പും പുളിയും കൂടെ ഇട്ട് ചേർത്ത് തേക്കാന്നൊക്കെ പറയും. പക്ഷെ പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഉപ്പിട്ട് തേക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് ആദ്യം നല്ലപോലെയൊക്കെ വെളുത്ത് തിളക്കമൊക്കെ കിട്ടും, പിന്നെ അത് നല്ലപോലെ പെട്ടെന്ന് അതിൻ്റെ കളറ് അങ്ങനെ അങ്ങോട്ട് ഡിമ്മായി പോവും, ഒരു കറുത്ത പോലെ, അതിൻ്റെ കളറ് മങ്ങിയ പോലെ ആയി കിട്ടും. അതുകൊണ്ട് പുളി യൂസ് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞ ഈ സോപ്നട്ട് പൊടി. അപ്പം ഞാനിതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടോ, ആ പച്ച കട്ട ക്ലാവ് പോലുള്ളത് ജസ്റ്റ് ഒന്ന് ചുരണ്ടിയ വരുന്ന പരുവത്തിനായി, അതായത് ഇളകി വരുന്ന രീതിയിലോട്ട് അത് നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ ഗുണം. അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ല ഇങ്ങനെ വരച്ചെടുക്കുന്നത്. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ല, അല്ലെങ്കിൽ അത് വെച്ചിട്ട് വരച്ചാൽ സുഖമായിട്ട് ഇത് വരും. അപ്പം ആ ഒരു രീതിക്ക് നമുക്ക് വിളക്കിലുള്ള അഴുക്കുകളും കറകളും ഒക്കെ വിട്ട് കിട്ടുന്ന രീതിക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഇതിൻ്റെ ഒരു പോളിഷിങ്, അവസാന ഘട്ടത്തിലുള്ള ഒരു പോളിഷിങ് എന്ന നിലയ്ക്ക് ഞാൻ ഇതിലോട്ട് അല്പം പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതിൻ്റെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ അതിൻ്റെ ഒരു തിളക്കം കൂടുതൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് നോക്കിയതാട്ടോ. ഇച്ചിരി പേസ്റ്റ്, നമ്മൾ ഈ കോൾഗേറ്റ്, നമ്മൾ ജെല്ലല്ലാത്ത പേസ്റ്റുകളുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, വിളക്കിന് നല്ല തിളക്കം കിട്ടും. അപ്പോൾ അങ്ങനെ അത് രണ്ടും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നോടെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിയെടുക്കുക, അത്രേ ഉള്ളൂ. ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിളക്ക് പഴയ പഴഞ്ചൻ വിളക്കുകൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, അതിനൊക്കെ ഇച്ചിരി തിളക്കം വരുത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാം. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വിളക്കുകളാണ്, നമ്മൾ പൂജയ്ക്ക് എടുക്കുന്ന വിളക്കുകൾക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഈ സോപ്നട്ടിൻ്റെ പൊടിയും അതുപോലെ തന്നെ പുളിയും കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സുന്ദരമായിട്ടുള്ള തിളക്കം കിട്ടും. അപ്പോൾ
ആരും അതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കൊണ്ട് കമൻറ്റ് ഇടരുത്, നിങ്ങൾക്ക് എന്താണ് ഇത്രയും കഷ്ടപ്പെടണോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരുപാട് തിളക്കം മങ്ങിയിട്ടുള്ള വിളക്കുകൾ ഒന്ന് എങ്ങനെ തിളക്കം കൂട്ടാമെന്നുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ അത് ഞാൻ ഒരു ദിവസം വെച്ച് നോക്കി. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ വിളക്കിന് ഇതിൻ്റെ തിളക്കത്തിന് എന്തെങ്കിലും മങ്ങൽ പറ്റും. നമ്മൾ ചിലതൊക്കെ കഴുകുമ്പോൾ നല്ലതായിരിക്കും, കഴുകി കഴിയുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇട്ട് കഴുകി കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കളറിന് എന്തെങ്കിലും പ്രശ്നം വന്നോ, അതിൻ്റെ കോട്ടിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നോ എന്നൊക്കെ ഞാൻ നോക്കി. പക്ഷെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ ഇനി ഞാൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി വീട്ടിൽ പൊടിയെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഷോയ്ക്ക് വേണ്ടി മേടിച്ച വിളക്കുകളൊക്കെ ഇതുപോലെ നിറം മങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ ഈ പറഞ്ഞ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു എനർജി കിട്ടുന്നത്. നമ്മൾ പല തിരക്കിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ വീഡിയോയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കാണുന്നവർ, കണ്ടിട്ട് പരീക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. കാണുന്നവർക്കും ഒക്കെ അതൊരു ഹെൽപ്പായിരിക്കും, കാരണം അവർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഞാനിത് 2 ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. താങ്ക്സ് ഫോർ വാച്ചിങ്.